ബഹുമാനപ്പെട്ട അധികൃതർ ദയവായി ശ്രദ്ധിക്കുക. ജനങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ അവിടെ ജോലി നോക്കുന്നത് ജനങ്ങളുടെ നിധിക്കാശ് കൊണ്ടാണ്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്ന് കടയ്ക്കാവൂർ KSEB വിളിച്ചാൽ അവിടെ ഫോൺ എടുക്കില്ലെന്നാണ് സ്ഥിരമായുള്ളൊരു പരാതി. അത് ജനപ്രതിനിധികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോൺ സ്ഥിരം ഒരു മാറ്റി വയ്ക്കുന്ന ഒരു സംവിധാനമാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തെന്ന് വെച്ചാൽ ഒരുപാട് സർക്കാർ ഓഫീസുകളും സബ് രജിസ്റ്റർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ട്രഷറി, ഇങ്ങനെ ഓരോ ഓഫീസുകളൊക്കെ ഉള്ളതാണ്. ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയാൽ വൈകുന്നേരം 5 മണിക്ക് വരുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാറില്ല, റെസ്പോൺസ് ചെയ്യാറില്ല, സമയത്ത് വരാറില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പരാതി. നമസ്കാരം. കടയ്ക്കാവൂർ KSEB ഓഫീസിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിരന്തരമായ പരാതി ഈ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ പോയാൽ വൈകുന്നേരം 5 മണിക്ക് വരുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ വിളിച്ച് കഴിഞ്ഞാൽ ആ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാറില്ല, റെസ്പോൺസ് ചെയ്യാറില്ല, സമയത്ത് വരാറില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. എന്നാലും ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് KSEBയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളിപ്പം മുൻ കൗൺസിലറും ഇപ്പോഴത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാനുമായ ശ്രീദേവ് ഏട്ടനുണ്ട്. ചേട്ടാ, ഇത് നിരന്തരം പരാതിയാണ്. അതെ, കടയ്ക്കാവൂർ സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കീഴാറ്റിങ്ങൽ, തിനവള, കടയ്ക്കാവൂർ 5 അംഗ ഭാഗങ്ങളിലുള്ള എല്ലാം ആ സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് കറണ്ടിൻ്റെ വിതരണം നടക്കുന്നത്. ചെറിയ കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കറണ്ട് സ്ഥിരമായി പോകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ സബ് രജിസ്റ്റർ ഓഫീസ്, സബ് ട്രഷറി, അതുപോലെ പ്രധാനപ്പെട്ട കറണ്ട് പ്രധാനമായും ആവശ്യമുള്ള പല ഓഫീസുകളിലും ഇത് ദീർഘകാലമായി ഇത് മുടങ്ങി കിടക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിന് കുഴപ്പം ചെയ്യണം. അതുപോലെ തന്നെ നാട്ടുകാർക്കും എൻ്റെ ഗുണഭോക്താക്കൾക്കും എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്ന് കടയ്ക്കാവൂർ KSEB വിളിച്ചാൽ അവിടെ ഫോൺ എടുക്കില്ലെന്നാണ് സ്ഥിരമായുള്ളൊരു പരാതി. അത് ജനപ്രതിനിധികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫോൺ സ്ഥിരം ഒരു മാറ്റി വയ്ക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഈ കടയ്ക്കാറിലാണ് സബ്സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അത് മെയിനായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ചെയ്യേണ്ടത് കൃത്യമായും അതിന് മെയിൻ്റനൻസ് ചെയ്യുക. ഇപ്പം ഒരു മെസ്സേജ് വരും, LT മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് തന്നിട്ട് 8 മണി തൊട്ട് 5 മണി വരെ ഊരിയിടുന്നു. അത് ഇവിടെ മാത്രമല്ല, ആറ്റിങ്ങൽ സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും ഇപ്പം അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ ഒന്നെങ്കിൽ ഇപ്പോൾ അവരെന്ത് പണി നടക്കുന്നുവെങ്കിൽ ഒരു ട്രാൻസ്ഫാമറുണ്ട്, അപ്പോൾ 2 ട്രാൻസ്ഫാമറിൻ്റെ ഇടയിൽ ഒരു പണി നടക്കണമെങ്കിൽ അത് ആ സ്ഥലം മാത്രം ഊരിയിട്ടാൽ ആ പണി തീരുമ്പോൾ അത് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഒരു പ്രദേശം മൊത്തം ഊരിയിട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടിക്കടി കറണ്ട് പോകുന്നു. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അത് പോകുമ്പോഴേ ദീർഘനേരമാണ് ഇത് ഇല്ലാതെ വരുന്നത്. പല പ്രാവശ്യവും സബ് രജിസ്റ്റർ ഓഫീസിലും സബ് ട്രഷറിയിലും കറണ്ട് ഇല്ലാത്ത കേട്ടോ. അവിടെ ഇത് ബാറ്ററി ഉണ്ടെങ്കിലും അതിനൊരു സമയപരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനവും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഈ കടയ്ക്കാർ പഞ്ചായത്ത്, 5 അംഗ പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷ പ്രദേശത്തിലും ഈ സബ്സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ നിത്യേന പോകുന്ന അല്ലെങ്കിൽ അടിക്കടിക്ക് പോകുന്ന ഈ കറണ്ടിൻ്റെ ഇല്ലായ്മ, കറണ്ട് പോകുന്ന ഒരു പ്രശ്നം അടിയന്തരമായി ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. കറണ്ട് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തെന്ന് വെച്ചാൽ ഒരുപാട് സർക്കാർ ഓഫീസുകളും സബ് രജിസ്റ്റർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ട്രഷറി, ഇങ്ങനെ ഓരോ ഓഫീസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ജനത്തിനും ബുദ്ധിമുട്ടാണ്, ഓഫീസിൽ വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്. ഇല്ലാത്തൊരു ഇതാണ്. അതായത് റെസ്പോൺസ് ഒരു മെസ്സേജൊക്കെ കൊടുക്കും, പക്ഷേ അത് കറക്റ്റ് ഒരു ദിവസം മുമ്പ് കറക്റ്റ് ഇട്ടാലല്ലേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ അത് പണി ഒരു അവധി ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് കുറച്ചുകൂടെയൊക്കെ ഇതായിരുന്നു, സൗകര്യമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും കറണ്ട് പോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു ദിവസം ഫുള്ളങ്ങ് പോവുകയാണ്. ഇവിടുത്തെ മുൻ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത് ഈ വാർത്തയൊക്കെ ശരിയാണെന്നാണ് പറയുന്നത്. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ വരാൻ വളരെ താമസമാണ്. രാവിലെ പോയാൽ വൈകുന്നേരം 5 മണിക്ക് എത്തും. ഒരുപാട് സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെയാണ് ഈ അധോഗതി. വെറുതെ ആൾക്കാർ വിളിച്ച് പറയില്ല, നിരന്തരം നമ്മുടെ ഓഫീസിൽ കോളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധികൃതർ ദയവായി ശ്രദ്ധിക്കുക. ജനങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ അവിടെ ജോലി നോക്കുന്നത് ജനങ്ങളുടെ നിധിക്കാശ് കൊണ്ടാണ്. അതുകൊണ്ട് പരമാവധി ജനങ്ങളോട് നിങ്ങളുടെ കടമ നിറവേറ്റാൻ നോക്കുക. ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.